Day 3 in Nakhon Ratchasima. ഇപ്പോൾ പോകുന്നത് ഭീമായി എന്ന് പറയുന്ന സ്ഥലം. ഭീമായി എന്ന് പറഞ്ഞാൽ ടെമ്പിളാണ്. കംബോഡിയയിലെ അങ്കോർ വാട്ട് പോലെ അല്ലെങ്കിൽ തഞ്ചാവൂരുള്ള ബൃഹദീശ്വര ക്ഷേത്രം പോലെ അതേ സെയിം മോഡലിലുള്ള ഒരു ക്ഷേത്രം കാണാനാണ് പോകുന്നത്. ഓക്കെ, ബാക്കി അവിടെ ചെന്നിട്ട് ഭീമായി ടെമ്പിളിലേക്ക് പോകുന്ന അതിൻ്റെ ആർച്ചാണ് ഈ കാണുന്നത്. ആ അമ്പലത്തിൻ്റെ ഡിസൈനിലാണ് ആ ആർച്ച് പടം ചെയ്യുന്നത്. ആ ടെമ്പിളിലേക്ക് പോകുമ്പോൾ ഒരു ഇടവഴി എടുത്തതാണ്. നഖോൺ രാച്ചസീമയിലെ ഗ്രാമപ്രദേശങ്ങൾ അല്ലെങ്കിൽ പ്രാന്തപ്രദേശങ്ങൾ ചെറിയൊരു ഇടവഴിയാണ്. ബട്ട് നമ്മുടെ നാട്ടിലേക്ക് പാടത്തിന് നടുവിലൊക്കെ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കൂടെ പോകുന്നവരുണ്ട്. ഓലപ്പര പോലത്തെ സാധനങ്ങൾ, ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ കാണാം ഇങ്ങനത്തെ ഇടവഴി കയറി കഴിഞ്ഞാൽ. ഭീമായി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇതാണ് എൻട്രൻസ്. ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറണം. ഇതാണ് എൻ്റെ ടിക്കറ്റ് കൗണ്ടർ. 200 ബാത്ത് ആളൊന്നിന്. ഇച്ചിരി കട്ടിയാ, കുഴപ്പമില്ല. അങ്ങനെ 200 ബാത്ത് കൊടുത്ത് അകത്തേക്ക് കയറി. 200 ബാത്ത് ഫോറിനേഴ്സിനാണ്. ലോക്കൽസിനാണെങ്കിൽ 20 ബാത്തേ ഉള്ളൂ. അങ്ങനെയാണ് അവിടുത്തെ എൻട്രൻസ്. ഇതിലേ കയറാം. പുളിമരം, രാത്രി ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല രസമായിരിക്കും. ചെങ്കല്ല്, നമ്മുടെ നാട്ടിലെ പോലത്തെ ചെങ്കല്ല്. അങ്കോർ വാട്ടിൻ്റെ ഒരു മിനിയേച്ചറാണ്. കംബോഡിയയിലെ അങ്കോർ വാട്ട് പോലെ കല്ലുകൾ അടുക്കി വെച്ചുള്ള ഇതാണ്. കംബോഡിയയിലെ ആ അമ്പലത്തിൻ്റെ ഒരു 10% അല്ലെങ്കിൽ ഒരു 10% വലുപ്പം ഉള്ളൂ ഇതിന്. കൺസ്ട്രക്ഷൻ സ്റ്റൈലും ഡിസൈനും എല്ലാം സെയിമാണ്. ആ സെയിം നാഗാ ബ്രിഡ്ജ് ഇതുപോലെ ഒരു 500 മീറ്ററെങ്കിലുണ്ട് അവിടുത്തെ ആ ബ്രിഡ്ജിന്. നോക്കിക്കഴിഞ്ഞാൽ ഭീമായി. കംബോഡിയ എന്ന രാജ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിലും ആ അങ്കോർ വാട്ട് എന്ന് പറയുന്ന ടെമ്പിൾ ഒരു മഹാത്ഭുതമാണ്. കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ്. ഇത് വളരെ ചെറുത്. അതേപോലെ വലിയ തൂണുകൾ. ആ എൻട്രൻസ് ഗോപുരം കഴിഞ്ഞ് കഴിയുമ്പോൾ അകത്തോട്ട് കയറുമ്പോഴാണ് ഒറിജിനൽ ക്ഷേത്രമുള്ളത്. പൊളിഞ്ഞ രീതിയിൽ പോലെ തന്നെ സംരക്ഷിച്ചേക്കാണ്. അതിനെ രണ്ടാമത് ഫിക്സ് ചെയ്ത് നോർമൽ രൂപത്തിലാക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഇതിങ്ങനെ കാണുന്നത് തന്നെ ആയിരിക്കാം നല്ലത്. ഇതാണ് അവിടുത്തെ ഗാർഡൻ. കംബോഡിയയിൽ ഭയങ്കര വലുപ്പമല്ലേ. അവിടുത്തെ അന്നത്തെ ആ ഗൈഡ് പറഞ്ഞത് കുളങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മഴയുമ്പോൾ അതിനകത്ത് വെള്ളം നിറയുമായിരിക്കും. 1, 2, 3, 4 കുളങ്ങൾ സൈഡിലേക്കുള്ള പോക്കാണ്. അങ്കോർ വാട്ടിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ വലിയ അത്ഭുതമായിട്ട് തോന്നില്ല. ഇവിടെ കയറി
ിലെ സ്ട്രീറ്റ് അതിനെ പുറത്തിറങ്ങി ഇത് ഈ ടെമ്പിളും പരിപാടികളെല്ലാം ടൗണിന് നടുക്കണ്ടായിരുന്നതാണ്. വേറെ എവിടെയുള്ളത് ആ ഒരു ക്ലോക്ക് ടവറാണ്. ദാറ്റ്സ് ഇറ്റ്. അതിന് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ റിട്ടേൺ പോകാമെന്ന് കരുതുന്നു. യെസ്, ഗോ ബാക്ക്. അങ്ങനെ നഖോൺ ചസീമ അല്ലെങ്കിൽ കൊറാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലാസ്റ്റ് ഡേ ഗോയിങ് ബാക്ക് ടു ബാങ്കോക്ക്. ബട്ട് അതിനു മുമ്പ് ഒരു ക്ഷേത്ര ദർശനവും കൂടി കഴിഞ്ഞിട്ട് ആവാം എന്ന് കരുതി അടുത്തൊരു ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.